ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് ലഭിച്ച ശിക്ഷ മേൽക്കോടതിയിൽ നിലനിൽക്കാൻ സാധ്യത കുറവാണെന്ന് ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് കെമാൽ പാഷ. ഈ ഒരു ന്യൂസ് നിങ്ങൾ കേട്ട് കാണുമല്ലോ അല്ലെ? നമ്മുടെ മുൻ ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കമാൽ പാഷ പറഞ്ഞതാണ്, ഈ ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മക്ക് തൂക്കുകയറ് കിട്ടിയ സമയത്ത് ആ ശിക്ഷാവിധി കുറച്ച് കടുപ്പമായിപ്പോയി. ഇനി ഇവരിപ്പം അപ്പീലുമായിട്ട് ഹൈക്കോർട്ടിലേക്ക് പോകുന്ന സമയത്ത് ആ ശിക്ഷക്ക് ഇളവ് കിട്ടും എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞത്. ചില പുള്ളി പറഞ്ഞ സത്യമായിരിക്കും. ചിലപ്പം ഈ ഒരു കേസിന് ഡയറക്റ്റ് ഒരു സെഷൻ കോടതിയിൽ നിന്ന് പെട്ടെന്നൊരു തൂക്കുകയറ് എന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റാണ്. ഇനി ഹൈക്കോർട്ടിൽ പോവാം, അവിടെ നിന്ന് സുപ്രീം കോർട്ടിൽ പോവാം, ഒക്കെ ചാൻസുകളുണ്ട്. ശിക്ഷയിലൊക്കെ ഇളവ് തരാനുള്ള ചാൻസുകൾ വളരെ കറക്റ്റാണ്. പുള്ളി പറഞ്ഞതിലൊന്നും ഒരു തെറ്റും പറയുന്നില്ല. പക്ഷേ പുള്ളി ചൂണ്ടിക്കാണിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ പുള്ളി എന്തുകൊണ്ട് ഇതില്ല എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്. അത് കേട്ട സമയത്ത് കംപ്ലീറ്റ്ലി എനിക്ക് പുള്ളിനോട് അഗ്രി ചെയ്യാൻ പറ്റില്ല. ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ വികാരം കൊണ്ട് പറയണോ ഇനിയിപ്പോൾ വിചാരം കൊണ്ട് പറയണോ എന്ന് നോക്കണ്ട. പക്ഷേ ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള രീതിയിൽ പുള്ളി പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് ഒട്ടും അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നുന്നില്ല. എൻ്റെ അഭിപ്രായം കേട്ടോ, ഞാൻ വേറെ ആരും അഭിപ്രായമില്ല പറഞ്ഞത്. നിങ്ങൾ പുള്ളി പറഞ്ഞ കാര്യങ്ങളൊന്ന് കിട്ടും. ഓക്കെ, ഷാരോൺ വധക്കേസിൽ പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി. പ്രതികൂലിച്ചും അനുകൂലിച്ചും നിരവധി വാദങ്ങൾ ഈ വിഷയത്തിൽ ഇപ്പോൾ സമൂഹത്തിൽ ഉയർന്നു വരികയാണ്. ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷ ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുകയാണ്. ഞാനത് ആ സെൻറ്റൻസ് ഈ ഒരു എക്സസ് പണിഷ്മെൻ്റ് സെൻറ്റൻസ് ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. ഈ കേസസ് ഇൻ വിച്ച് ദ ലെസർ ആൾട്ടർനേറ്റീവ് ഈസ് അൺക്വസ്റ്റനബിളി ഫോർക്ലോസ്ഡ് എന്നാണ്. അതായത് ഒരു സംശയത്തിനും ലെവലേശമില്ലാതെ തന്നെ ഈ ലെസർ ആൾട്ടർനേറ്റീവ്, അതായത് ജീവപര്യന്തം ശിക്ഷ എന്ന് പറയുന്നത് വളരെ കുറവാണ്, അതായത് ഒട്ടും മതിയാകുന്നതല്ല എന്നുള്ള കേസുകളിൽ മാത്രമേ റെയറസ്റ്റ് എമംഗ് റെയറായിട്ട് അത് മാറുള്ളൂ. ആ കേസുകളിൽ മാത്രമേ ഡെത്ത് പെനാൽറ്റി കൊടുക്കാവൂ എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ കാഴ്ചപ്പാട് അതിനകത്ത് വന്നത്. അപ്പോൾ അത് നമ്മൾ ഈ കേസിൻ്റെ ഫാക്ട്സ് നമ്മളൊന്ന് വിലയിരുത്തി നോക്കിയാൽ ചിലപ്പോൾ, അതായത് ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ ഒരു മെച്യൂരിറ്റി ഓഫ് മൈൻഡ് അതിനില്ല. 24 വയസ്സേ ഉള്ളൂ. ആ മെച്യൂരിറ്റി ഓഫ് മൈൻഡ് ഇല്ലാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവൻ്റെ ഇതിൽ പെട്ടുപോയത്. പുള്ളി പറഞ്ഞ ഫസ്റ്റ് റീസൺ മെച്യൂരിറ്റി ഓഫ് മൈൻഡ് ഇല്ലാത്തത് കൊണ്ടാണോ ഇത്ര നൈസായിട്ട് സമയമെടുത്ത് ഈ പറഞ്ഞ ജ്യൂസിലൊക്കെ ഇത് കലക്കി അത്രയും ട്രാപ്പ് ചെയ്തിട്ട് അത്രയും കാൽക്കുലേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു സംഭവം കൊടുക്കാനുള്ള മെച്യൂരിറ്റി ഓഫ് മൈൻഡ് ആ പുറത്തുനിന്ന് കാണുന്ന നമുക്കില്ലേ? ഒരു ജഡ്ജിൻ്റെ മൈൻഡ് എന്താണോ, ജഡ്ജ് എന്താണോ ചിന്തിക്കുന്നത് നമുക്കറിയില്ല. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഒരു ജഡ്ജ് തന്നെ കേട്ടോ ഇത് കുറ്റം വിധിച്ചത്, ഈ ശിക്ഷ വിധിച്ചതും ജഡ്ജ് തന്നെയാണ്. പക്ഷേ മെച്യൂരിറ്റി ഓഫ് മൈൻഡ് ഇല്ല എന്നൊക്കെ പറയുമ്പം തോന്നില്ല. പൊതുവേ പറയാറുണ്ട് ഈ ആമ്പിള്ളേരെക്കാൾ അതായത് ഇപ്പോൾ ഒരു 20 വയസ്സുള്ള ഒരു ആണിനെയും പെണ്ണിനെ എടുത്തു കഴിഞ്ഞാൽ പെണ്ണിനായിരിക്കും മെച്യൂരിറ്റി എപ്പോഴും കൂടുക. ആണിന് കുറച്ച് മെച്യൂരിറ്റി കുറവായി. 10-30 വയസ്സ് കഴിഞ്ഞാലൊക്കെ ആണുങ്ങൾക്ക് മെച്യൂരിറ്റി വരുമെന്ന് എപ്പോഴും പറയാറ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു മെച്യൂരിറ്റി ഓഫ് മൈൻഡ് എന്നൊന്നും പറയുന്നതിൽ ഒരു കോമൺ മനുഷ്യൻ, വലിയ സംഭവമല്ലാത്ത സാധാരണ ആയിട്ടുള്ളൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പുള്ളി പറഞ്ഞ ആ പോയിന്റ് പെട്ടുപോയിട്ട് ഇതിനെ അങ്ങ് കോർണർ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതിന് രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമില്ല രീതിയിലായി. ഇവൻ്റെ കയ്യിൽ ഇതിൻ്റെ പടമൊക്കെ ഇരിപ്പുണ്ട്, മൊത്തവും ഇതിൻ്റെ ഇതൊക്കെ ബിറ്റൊക്കെ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അത് കാണിച്ച ഒരു ഭീഷണിയുടെ സ്വരമായി അവസാനം നിവർത്തിയില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ സമയത്ത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ ഇത്രയും ചെയ്യാൻ പറ്റുന്ന മനക്കെട്ടുള്ള ഒരു പെണ്ണാണെങ്കിൽ അവളുടെ ബിറ്റ് അവൻ്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ അവൻ എന്താ പറയുക അവളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഊരാൻ, കേസ് കൊടുക്കാനും, അവളെ വീട്ടുകാരെ അതിന് ആക്കാനും, അല്ലെങ്കിൽ അവളുടെ അമ്മനെയൊക്കെ കൂട്ടുപിടിച്ച് അത് ഇല്ലാണ്ടാക്കാനും വളരെ ഈസി അല്ലേ? ഇത്രയും ചെയ്യാൻ പറ്റുന്ന ഒരു മനക്കെട്ടുള്ള പെണ്ണാണ് നമുക്കിപ്പം മനസ്സിലായി. പണ്ട് നമുക്കറിയില്ലോ. അപ്പം അതുള്ളൊരു പെണ്ണിന് ഇങ്ങനെ സംഭവം പെട്ടുപോയാൽ അതിൽ നിന്ന് ഊരാനൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും ചെയ്യും. അതിന് വീട്ടുകാരും പോലീസും നമ്മുടെ ഭരണഘടന, നമ്മുടെ എന്താ പറയുക നിയമവ്യവസ്ഥ എല്ലാം അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അത് സപ്പോർട്ട് ചെയ്യാത്ത കാലങ്ങളൊന്നുമില്ല, പണ്ട് കാലത്തെ സംഭവങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഇപ്പോൾ കഴിഞ്ഞ 2 കൊല്ലം കൂടെ നടന്ന കാര്യങ്ങളാണ് അല്ലേ? അപ്പം ആ ഒരു പോയിന്റും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് വേറെ ഇതിന് അവനെ വേണ്ട, അങ്ങനെ പോയി അബദ്ധം പറ്റിപ്പോയതാണ്. ഈ കുട്ടി കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഈ ലൈസോൾ എടുത്ത് കുടിച്ചിട്ട് ആശുപത്രിയിലായി. അത് ആത്മഹത്യക്ക് ശ്രമിച്ചാണ്. ലൈസോൾ കുടിച്ച് ആശുപത്രിയിലായി. അപ്പോൾ തന്നെ നമ്മളൊന്ന് നോക്കിക്കോളൂ. എന്നിട്ട് അന്നേരം മജിസ്ട്രേറ്റ് അവിടെ ചെന്നിട്ട് ഇതിൻ്റെ ഒരു മൊഴി റെക്കോർഡ് ചെയ്യാൻ പോയി. കാരണം ഇത് മരിച്ചു പോകുന്നുള്ളത് ചിലപ്പം വിചാരിച്ച് പോലീസുകാർ മെഡിക്കൽ കോളേജിൽ വെച്ച് ഇതിൻ്റെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി. ആ മൊഴി രേഖപ്പെടുത്തിയതിനകത്ത് ഇത് പറഞ്ഞു, എനിക്കിത് നിവർത്തിയില്ല, ഇവൻ്റെ ഇന്ന് പോകാൻ ഒരു മാർഗ്ഗമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചു. എനിക്ക് വേണ്ടി കലക്കി വെച്ചതാണ് ഈ സാധനം, വിഷം.
അപ്പോൾ അവൻ ചോദിച്ചു, അന്നേരം ഇനി അവൻ ഇതിനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അതാ പറഞ്ഞു, ഇനി എന്നെ അവൻ ഉപദ്രവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിത് കുടിച്ച് ആത്മഹത്യ ചെയ്യും. അതിനുവേണ്ടി അവൻ കലക്കി വെച്ചു. അപ്പോൾ ഇതെന്തുവാ നീ കലക്കി വെച്ചേക്കെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ കുടിക്കുന്ന കഷായമാണെന്ന് ഇത് പറഞ്ഞു. എന്നാൽ ഞാൻ ഒന്ന് കുടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. ഈ പെൺകുട്ടി എടുത്ത് ഒഴിച്ചു കൊടുത്തു അവന്. അതിനകത്ത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ഉണ്ടാക്കിയ കഥയെന്ന് ജഡ്ജൊന്നും ആവണ്ട, പുറത്ത് കാണുന്ന ഏതൊരാൾക്കും അറിയാം. അവൾ ലൈസോൾ എടുത്ത് കുടിച്ച മനക്കെട്ടി അവൾക്ക് ഉണ്ടെങ്കിൽ, ഒരുത്തനെ കൊല്ലാൻ പറ്റുന്ന മനക്കെട്ടി അവൾക്ക് ഉണ്ടെങ്കിൽ, അവൾ ഇതല്ല ഇതിൻ്റെ അപ്പുറത്തെ കഥകൾ അവൾ പറയും. സ്വയം കുടിച്ച് ചാവാൻ വെച്ച കഷായമല്ല വിഷം അവൻ ചോദിച്ചപ്പോൾ എടുത്തു കൊടുത്ത് കുടിപ്പിച്ചു. പല ദിവസങ്ങളായിട്ട് ഈ പറഞ്ഞ സ്ലൈസിലും മറ്റേ മാലും ഒക്കെ പല സാധനങ്ങളിട്ട് കൊടുത്തു എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് വെൽ പ്ലാൻഡ് ആയിട്ടുള്ളൊരു സംഭവമല്ലേ? അതിനൊക്കെ മെച്യൂരിറ്റി ആയിട്ടും അല്ലെങ്കിൽ ആ പെണ്ണിൻ്റെ കഷ്ടപ്പാടും പാവത്തിലുമായിട്ടൊക്കെ തോന്നണോ? നമുക്ക് തോന്നുമോ? എനിക്ക് തോന്നില്ല കേട്ടോ. സാധാരണ മനുഷ്യനായ എനിക്ക് തോന്നുന്നില്ല. ബാക്കിയുള്ള ഇതിനെ നിങ്ങളെ എത്രത്തോളം ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. നിങ്ങളൊരു വലിയൊരു മനുഷ്യനാണ്, നല്ലൊരു ജഡ്ജായിരുന്നു, എല്ലാം കൊണ്ടും നിങ്ങൾ ഹൈ ലെവലുള്ള ഒരാളുടെ. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിനോട് അക്സെപ്റ്റ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ മരണമൊഴിയായിട്ട് പോലും ഷാരോൺ ഈ ഗ്രീഷ്മയ്ക്കെതിരെ ഒരു മൊഴി നൽകിയിരുന്നില്ല എന്നൊരു കണ്ടെത്തൽ കൂടി കോടതിയുടെ ഭാഗത്ത് അവൻ പറഞ്ഞ് എനിക്ക് കിട്ടാത്തത് വേറൊരുത്തനും അനുഭവിക്കണ്ട എന്ന് പറഞ്ഞ് ഇതിനെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാണ് അത് പറഞ്ഞേക്കുന്നത്. എനിക്കറിയില്ല, അതിൻ്റെ സത്യസ്ഥിതി നമുക്കറിയത്തില്ല. അവർ തമ്മിലുള്ള ഇടപാടാണ്, നമുക്കറിയത്തില്ല. പക്ഷെ അത് നമുക്കറിയാത്ത കാര്യമാണ്. അത് അവള് പറഞ്ഞ കാര്യം, അവനെ കൊന്നതിന് ശേഷം അവള് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എനിക്ക് കിട്ടാണ്ട് വേറെ ആർക്കും കിട്ടണ്ടെന്നും പറഞ്ഞാൽ അവൻ ഉപദ്രവിച്ചു എന്നുള്ളത് ഒരുത്തനെ കൊന്ന് കൂളമായിട്ട് നടന്ന ഒരുത്തി പറഞ്ഞ ഒരു കഥയായിട്ടേ നമ്മൾ കാണാവൂ, അല്ലാതെ സത്യമായിട്ട് നമ്മൾ കാണാൻ പാടില്ല. പക്ഷേ എങ്ങനെയുള്ളപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എന്താണെന്നറിയോ, നമ്മൾ ഈ അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസും മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസും വേ ചെയ്യണം. മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് കൂടുതലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ഈ ഡെത്ത് പെനാൽറ്റി കൊടുക്കത്തില്ല. അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ആണ് കൂടുതൽ, മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഡെത്ത് പെനാൽറ്റി കൊടുക്കുന്നത്. ഇതിപ്പോൾ ഈ പെൺകുട്ടിക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഒരു മാർഗ്ഗമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു നിവൃത്തിയില്ലാതെ വന്നു. നല്ല കാര്യമെന്ന് ഞാൻ പറയുന്നില്ല, അതിന് കൊലപാതകം നല്ല എന്നുണ്ട് ഞാൻ പറയുന്നത്. പക്ഷേ വേറെ മാർഗ്ഗമില്ലാതെ വന്നതിന് ഹീ ഷുഡ് നോട്ട് ബി ടു യങ് ഓർ ടു ഓൾഡ് എന്നാണ് പ്രിൻസിപ്പിൾ. ഇത് 24 വയസ്സല്ല ഉള്ളൂ. ഇത് യഥാർത്ഥത്തിൽ ഒരു ജീവപര്യന്തം തടവിൽ നിൽക്കേണ്ട ഒരു കേസാണെന്നാണ് പുള്ളി പറഞ്ഞത്. 24 വയസ്സല്ലേ ഉള്ളൂ. 24 വയസ്സിൽ ഒരു ആണാണ് ചെയ്തതെങ്കിൽ ഏതെങ്കിലും ഒരാൾ വന്ന് ഇങ്ങനെ പറയും, 24 വയസ്സുള്ള ഒരു ആണാണ് ഇത് വന്ന് പറഞ്ഞത്, അല്ലോ ഇങ്ങനെ ഒരു കേസ്, ഇങ്ങനെ ഒരു കുറ്റം ചെയ്തു, ഒരുത്തിനെ കാമുകിനെ വിഷം കൊടുത്ത് ഇവൻ കൊന്നു, പല സമയങ്ങളിലായിട്ട് വിഷം കൊടുത്ത് കൊന്നു കഴിഞ്ഞാൽ ആ 24 വയസ്സായുള്ള ഒരു ആണിനെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവുമോ? ഈ പറഞ്ഞ കമാൽ പാഷ വരുമോ? ഒരിക്കലും ഇല്ല. അവൻ ബോൺ ക്രിമിനലാന്ന് പറയും. അവൻ ബോൺ ക്രിമിനലാണ്. ഈ വയസ്സിൽ അവൻ ഇത്ര ചെയ്തെങ്കിൽ ഇവൻ കുറച്ചുകൂടെ വലുതാകുമ്പോൾ പല ഇതിനേക്കാൾ വലിയ കുറ്റങ്ങളും തെറ്റുകളും ചെയ്യുന്നു വരും. അതുകൊണ്ട് അവന് എത്രയും പെട്ടെന്ന് തീർക്കുക എന്നുള്ള ശിക്ഷയെ കൊടുക്കുകയുള്ളൂ. ഈ പറഞ്ഞ കമാൽ പാഷ തന്നെ ജഡ്ജായിരുന്ന സമയത്ത് സ്വന്തം ഫസ്റ്റ് കേസ് മുതൽ പല കേസുകളിലും വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ള ഒരു ജഡ്ജാ പുള്ളി. അന്ന് അതിനെ എല്ലാവരും കൈകൊട്ടി സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം പുള്ളിക്ക് ഇപ്പം അങ്ങനെ തോന്നാൻ എന്തുകൊണ്ടാണ് അറിയില്ല. പുള്ളി ഈ ഒരു ഏജിൽ വന്നിട്ട് പുള്ളിക്ക് എക്സ്ട്രാ വല്ല മെച്യൂരിറ്റി പുള്ളിക്ക് ഉണ്ടായോ എന്നുള്ളതാണ് എൻ്റെ ഡൗട്ട്. ഇനി പുള്ളി ഇപ്പോഴും പറയുന്നുണ്ട് കേസ് കൊടുക്കണ്ടെന്നോ അല്ലെങ്കിൽ ശിക്ഷ കൊടുക്കണ്ടെന്നോ അല്ലെങ്കിൽ കൊലപാതകം അല്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷേ പുള്ളി പറയുന്നത് ജീവപര്യന്തം കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ പുറത്തുനിന്ന് കാണുന്ന ഒരു വികാരം, ഇമോഷൻസും കാര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കഥകളൊക്കെ വെച്ച് നോക്കുമ്പം ഈ ശിക്ഷ കൊടുക്കന്നെ വേണം. ഇനി അവർ ഹൈക്കോർട്ടിൽ പോവും, സുപ്രീം കോർട്ടിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ശിക്ഷയിൽ ഇളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതിനെ ഈ പറഞ്ഞ പോയിന്റ്സ് വെച്ച് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു ഇതുമില്ല. മെച്യൂരിറ്റി ഇല്ലായ്മയും അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും മറ്റൊരാളെ കല്യാണം കഴിക്കാൻ വേണ്ടി അവൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും അവളുടെ ബിറ്റ് കയ്യിലുള്ളത് കൊണ്ടും അവൾ ഇത്രയും വലിയൊരു സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ നല്ല ഒന്നാം തരം പഠിച്ച കള്ളി തന്നെയാണ്, നല്ല ബോൺ ക്രിമിനലാണ്. അവളെ ചിലപ്പം വിട്ട് കഴിഞ്ഞാൽ അവൾ വേറെ വല്ലവരെയൊക്കെ പല സംഭവത്തിനും ഇതിനേക്കാൾ നൈസായിട്ട് അവൾ കൊല്ലും, ഇതിൽ അവൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ. അതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കാം. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നോ ഒപ്പോസ് ചെയ്യുന്നോ എന്നുള്ളത്.